ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 2ാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് കേട്ടോ. ഒളിച്ചേ കണ്ടേ എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനമാണ് തുടർച്ചയായ സംഖ്യകൾ എഴുതുക. അപ്പോൾ നിങ്ങളിത് നേരെ അങ്ങ് എഴുതി വെക്കരുത് കേട്ടോ. നമ്പേഴ്സ് ഇവിടെ കണ്ടോ, ഫസ്റ്റ് 20 ആണുള്ളത്. 20 ഏത് വട്ടത്തിലേക്കാണ് ഹാരോ ഉള്ളത്? ആ വട്ടത്തിലേക്ക് അതിൻ്റെ അടുത്ത സംഖ്യ എഴുതുക. 21. 21ലുള്ള ഹാരോ ഏത് വട്ടത്തിന് നേരെയാണോ നോക്കുക, അതിന് 22. അങ്ങനെ എഴുതി 50 വരെ എഴുതണം. നമുക്ക് എഴുതാം. മക്കൾ ആദ്യം എഴുതുക, എന്നിട്ട് ഇത് സ്റ്റെക്കാക്കി വെച്ചിട്ട് റെഡിയാണോ നോക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം, ഓരോ സംഖ്യയ്ക്കും നേരെ യോജിച്ച എണ്ണം വരച്ചു ചേർക്കൂ. വിട്ടുപോയവ എഴുതുക. ഇവിടെ 10കളാണ് എന്ത്, ചതുരങ്ങൾ. അതുപോലെ തന്നെ വൃത്തങ്ങളാണ് 1കൾ. അപ്പോൾ ഒരു ചതുരം എന്ന് പറയുന്നത് 10 ആണ്. ഒരു വൃത്തം, ഒരു വട്ടം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 53 തന്നിട്ടുണ്ട്. അതിലെത്ര 10 ഉണ്ട്? 5, 10, 3, 1 അല്ലേ. അടുത്തത് 35 ആണ്. അപ്പോൾ എത്ര 10 ഉണ്ട്? 3, 10, 5, 1. അപ്പോൾ പിങ്ക് നിറത്തിലുള്ള 3 ചതുരവും പിന്നെ പച്ച നിറത്തിലുള്ള 5 വട്ടവും മക്കൾ വരയ്ക്കണേ. അടുത്തത് 22 ആണ്. അപ്പോൾ 2, 10, 2, 1. അപ്പോൾ 2 ചതുരവും 2 വട്ടവുമാണ് വരയ്ക്കേണ്ടത്. അടുത്തത് 46 ആണ്. അപ്പോൾ 4 ചതുരവും 6 വട്ടവും. അപ്പോൾ അതായത് 4, 10, പിന്നെ 6 1കൾ. അടുത്ത പ്രവർത്തനം, അടുത്ത സംഖ്യ എഴുതുക. ആദ്യത്തേതിൽ അടുത്ത സംഖ്യയാണ് എഴുതേണ്ടത്. 19 കഴിഞ്ഞാൽ 20, 29 കഴിഞ്ഞാൽ 30, 9 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, 38 കഴിഞ്ഞാൽ 39, 30 കഴിഞ്ഞാൽ 31, 33 കഴിഞ്ഞാൽ 34, 40 കഴിഞ്ഞാൽ 41, 15 കഴിഞ്ഞാൽ 16, 26 കഴിഞ്ഞാൽ 27. അടുത്തത് നടുവിലാര് സംഖ്യ എഴുതുക. 39ൻ്റെയും 41ൻ്റെയും നടുവിൽ. അതായത് 39 കഴിഞ്ഞാൽ എന്നെ നോക്കിയാൽ മതില്ലേ. 39 കഴിഞ്ഞാൽ 40, 19 കഴിഞ്ഞാൽ 20, 37 കഴിഞ്ഞാൽ 38, 16 കഴിഞ്ഞാൽ 17, 24 കഴിഞ്ഞാൽ 25, 48 കഴിഞ്ഞാൽ 49. അതായത് 48ൻ്റെയും 50ൻ്റെയും ഇടയിൽ ഏതാണെന്ന് ചോദിച്ചാൽ 49. 29 കഴിഞ്ഞാൽ 30, 10 കഴിഞ്ഞാൽ 11, 18 കഴിഞ്ഞാലോ 19, 22 കഴിഞ്ഞാൽ 23. അപ്പോൾ അടുത്ത സംഖ്യ എഴുതാൻ പറഞ്ഞാലും നടുവിലെ സംഖ്യ എഴുതാൻ പറഞ്ഞാലും എന്താണ്, അതിൻ്റെ ശേഷമുള്ള സംഖ്യ എന്നങ്ങ് എഴുതിയാൽ മതിയല്ലേ. ഇനിയോ തൊട്ട് മുമ്പത്തെ സംഖ്യ എഴുതണം. അപ്പം ഇവിടെ 30, 31 തന്നിട്ടുണ്ട്. 31ന് മുമ്പുള്ള സംഖ്യ 30. ഇനി 12, 12ന് മുമ്പുള്ള സംഖ്യ ഏതാ? അപ്പോൾ ഏത് കഴിഞ്ഞാലാണ് 12 എന്ന് നോക്കാം. 11 ആണല്ലേ. ഇനി 22ന് മുൻപുള്ള സംഖ്യ 21, 48ന് മുൻപുള്ളത് 47, 38ന് മുൻപുള്ളത് 37, 50ന് മുമ്പേ ഉള്ളത് 49. അപ്പോൾ മുൻപ് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ മക്കൾ ഏത് കഴിഞ്ഞിട്ടാ അതെന്ന് നോക്കുക കേട്ടോ. 33ന് മുൻപ് 32, 30ന് മുൻപ് 29, 20ന് മുൻപ് 19, 15ന് മുൻപ് 14. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? ചക്രം കറക്കാം. ആദ്യം ഞാൻ കറക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ക്ലാസ്സിൽ കളിച്ച് നോക്കണം. എന്താ കളി നോക്കാം. ചക്രത്തിൽ ഓരോരോ പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. 45, 23, 30, 49, 12, 36 ഇത്രയും നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ചക്രം കറക്കിയപ്പോൾ കിട്ടിയതാണ് താഴെ തന്നിട്ടുള്ളത്. ദിയ 23, അർജുൻ 49, ഷിഫ 23, മനാഫ് 45, നിയ 36, ജെൻസൺ 12. അപ്പോൾ കൂടുതൽ പോയിന്റ് കിട്ടിയത് സംഖ്യ എത്രയാണെന്ന് എഴുതണം, ആരുടെ പേരാണെന്നും. ആർക്കാണ് കൂടുതൽ കിട്ടിയത്? അർജുനാണ് അല്ലേ. 49ആണ്. ഒരേ പോയിന്റ് കിട്ടിയവർ ആരൊക്കെയാണ്? ദിയയും ഷിഫയുമാണ് അല്ലേ. ഇനി കുറവ് പോയിന്റ് കിട്ടിയതോ ആർക്കാണ്? ജെൻസൺ ആണ്. 12 പോയിന്റാണ് കിട്ടിയിട്ടുള്ളത്.
അടുത്തത് എത്ര കളങ്ങൾ എന്നെഴുതണം. ഇവിടെ പച്ച നിറത്തിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കളങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കളർ ചെയ്യാത്ത കുറച്ച് കളങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോ വരിയിൽ എത്ര കളങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 എണ്ണാണ് ഒരു വരിയിലുള്ളത്. അപ്പോൾ അതുപോലത്തെ 2 വരിയിലാണ് കളർ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 10ഉം 10ഉം 20 പച്ച നിറത്തിലുള്ള കള്ളികളും പിന്നെ 10ൻ്റെ 3 വരികളാണ് കളർ കൊടുക്കാത്തത്. അപ്പോൾ 30 കളർ കൊടുക്കാത്ത കള്ളികളും ഉണ്ട്. അപ്പം 20 കൂട്ടണം 30 എത്രയാ? 50 അല്ലേ. നിറം കൊടുക്കാം. എണ്ണം അനുസരിച്ച് അതേ നിറം കൊടുക്കൂ. ഇവിടെ 25 മഞ്ഞ നിറം കൊടുക്കണം, അതുപോലെ തന്നെ 15 നീല നിറവും കൊടുക്കണം. മഞ്ഞ നിറത്തിലും നീല നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്ന കളങ്ങളിൽ മക്കൾ വൃത്തിയിൽ കളറ് കൊടുക്കുക. ഇനി നിറം കൊടുത്ത ആകെ കളങ്ങൾ, എത്ര കളങ്ങൾക്ക് ആകെ നിറം കൊടുത്തു? 25 കൂട്ടണം 15 40 കളങ്ങൾ അല്ലേ. അടുത്തത് കളിക്കാം. ഇവിടെ മറഞ്ഞിരിക്കുന്ന സംഖ്യകൾ 11 13 22 32 ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കേ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ചതുരം വരച്ച് നടുവിലെ ചതുരം വെട്ടിക്കളയുക. ഇത് സംഖ്യകളുടെ കളത്തിൽ വെച്ചാൽ ഒരു സംഖ്യ മാത്രം കാണാം. ചുറ്റും മറഞ്ഞിരിക്കുന്ന മറ്റ് സംഖ്യകൾ കണക്കാക്കാമോ? അപ്പോൾ മക്കൾ ഇതുപോലെ ഒരു ചതുരം വരച്ച് ചെയ്യുക. അപ്പം നടുവിൽ നമ്മളിപ്പം 24 നേരെ നടുവിൽ 24 ആക്കിയാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുൻപുള്ള സംഖ്യ ഏതാണ്? 14 ശേഷമുള്ള സംഖ്യ 34. മുകളിലെ സംഖ്യ 23, തൊട്ട് മുൻപുള്ളത് 13, 23ൻ്റെ ശേഷം ഇപ്പുറത്തുള്ളത് 33. ഇനി താഴെ 25 25ന് മുൻപ് 15, 25ന് ശേഷം 35. ഈ കളങ്ങളിൽ നോക്കിയിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഇനി വേറെ ഏത് സംഖ്യ വേണമെങ്കിലും മക്കൾക്ക് വെക്കാം. എന്നിട്ട് നടുവിൽ ആ ഒഴിഞ്ഞ കളത്തിൽ ഏത് സംഖ്യയാണോ വെക്കുന്നത് ബാക്കി അതിൻ്റെ സൈഡിലും മുകളിലും ഒക്കെ നോക്കിയാൽ എഴുതാൻ പറ്റുമല്ലോ. ഇനി ഈ കള്ളികളിലേക്ക് നോക്കിക്കേ. 17 എടുക്കുന്നതെങ്കിൽ മുകളിൽ 16, 16ൻ്റെ ഇപ്പുറത്ത് 6, 16 കഴിഞ്ഞിട്ട് 26. ഇനി 17ൻ്റെ താഴെ 18, 8, 28, 17ന് നേരെ 7, 27 ഇതുപോലെ കേട്ടോ. അടുത്ത പ്രവർത്തനം അടുത്തടുത്ത സംഖ്യകൾ വരച്ചു ചേർക്കൂ. ഇവിടെ വരച്ചു ചേർത്തത് കണ്ടോ? 49ഉം 50ഉം. ഇനി ഏതൊക്കെയാണ് വരച്ചു ചേർക്കാനുള്ളത്? ഇനി 39, 40, 21, 22ലേക്ക് വരച്ചു ചേർക്കാം. പിന്നെ 10, 11, 14, 15 അല്ലേ, 30, 31 അതുപോലെ തൊട്ടടുത്ത സംഖ്യകൾ വരച്ചു ചേർക്കുക. ഇനി ഈ വരച്ചു ചേർത്ത സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ്. ഇവിടെ 50, 49 തന്നിട്ടുണ്ട്. അതിൽ ചെറുത് ഏതാണ്? 40, 39 അല്ലേ. പിന്നെ 31, 30, 22, 21, 16, 15, 11, 10. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്കായല്ലോ. അടുത്ത പ്രവർത്തനം നിങ്ങളും എഴുതൂ. ചുവടെയുള്ള കളത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. 35നെ പല രീതിയിൽ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത്? 35, 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 5, 34നും 36നും ഇടയിൽ 30 കൂട്ടണം 5. അപ്പം അതുപോലെ നമ്മൾ 26നെ പല രീതിയിൽ എഴുതിയാലോ? 26, 10 കൂട്ടണം 10 കൂട്ടണം 6, 25നും 27നും ഇടയിൽ 20 കൂട്ടണം 6, 25ന് ശേഷം 27ന് മുമ്പ്. അത്രയും എഴുതാം. ഇനി 30ന് പല രീതിയിൽ എഴുതൂ. 30, 10 കൂട്ടണം 10 കൂട്ടണം 10, 29നും 31നും ഇടയിൽ 20 കൂട്ടണം 10, 29ന് ശേഷം 31ന് മുമ്പ്. ഇനി അടുത്ത പ്രവർത്തനം സംഖ്യ എഴുതാനാണ്. 10നേക്കാൾ 7 കൂടിയത്. 10ഉം 7ഉം എത്രയാ മക്കളെ? 17. 20നേക്കാൾ 5 കുറഞ്ഞത്. 20ൽ നിന്ന് 5 പോയാൽ എത്രയാ? 15. 30നേക്കാൾ 10 കൂടിയത് 40. 49നേക്കാൾ 1 കൂടിയത് 50. 20നേക്കാൾ 10 കുറഞ്ഞത് 10.
44-നേക്കാൾ 14 കുറഞ്ഞത് 30. ഇനി പല രീതിയിൽ എഴുതുക. നേരത്തെ നമ്മൾ എഴുതിയതുപോലൊക്കെ തന്നെ ഇവിടെ 50 ആണ് കേട്ടോ. അപ്പോൾ 5 10കൾ 40 കൂട്ടണം 10 എന്നിവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? 50 എന്ന് എഴുതാം. അതുപോലെ 20 കൂട്ടണം 30, പിന്നെ 51 മുമ്പ് 25 കൂട്ടണം 25, 49 കൂട്ടണം 1, പിന്നെ 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 അല്ലേ? അങ്ങനെയും എഴുതാം. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ടുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.